ബീഹാറിൽ അവസാനഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിവരെ 47.62% പോളിംഗ് രേഖപ്പെടുത്തി. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെന്ന് ബീഹാർ DGP വിനയ് കുമാർ അറിയിച്ചു. 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങളാണ് ഇന്ന് ജനവിധി രേഖപ്പെടുത്തുന്നത്. ബീഹാറിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബീഹാറിൽ അവസാനഘട്ട വോട്ടെടുപ്പ് അവസാന മണിക്കൂറുകളിലേക്ക് കടന്നിരിക്കുകയാണ്. 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങളിൽ ഇന്ന് പോളിംഗ് നടക്കുന്നു. രാവിലെ 7 മണി മുതൽ തന്നെ പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ നമുക്ക് നീണ്ട നിര കാണാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് പോളിംഗ് ശതമാനം രണ്ടാം ഘട്ടത്തിലും ഉയരും. ഇതുവരെ 50% മുകളിലേക്ക് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 6 മണിക്ക് പോളിംഗ് അവസാനിക്കുമ്പോൾ 60% മുകളിലേക്ക് പോളിംഗ് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളും ആ പ്രതീക്ഷയിൽ തന്നെയാണ്. അതായത് മികച്ച പോളിംഗ്, കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്താനായി എത്തും എന്ന പ്രതികരണമാണ് രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്നത്. അത് ആർക്ക് അനുകൂലമാകും എന്ന അവകാശവാദം ഇതിനോടകം തന്നെ NDAയും ഇന്ത്യ മുന്നണിയും നടത്തുന്നുണ്ട്. NDAയുടെ നേതാക്കളെല്ലാം തന്നെ പ്രതികരിച്ചിട്ടുള്ളത് മുഴുവൻ ജനങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് എത്തി, മുഴുവൻ വോട്ടർമാരും അവരവരുടെ വോട്ട് രേഖപ്പെടുത്തണം. ഈ മികച്ച പോളിംഗ്, ഉയരുന്ന പോളിംഗ് ശതമാനം വികസന രാഷ്ട്രീയത്തിനുള്ള, NDAയുടെ വികസന രാഷ്ട്രീയത്തിനുള്ള വോട്ടാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാറും സംസ്ഥാനത്തെ BJPയുടെയും JDUവിൻ്റെയും എല്ലാം മുതിർന്ന നേതാക്കളുമെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ഈ RJD, തേജസ്വി യാദവും RJDയും ഉൾപ്പെടെയുള്ളവർ ഭരണമാറ്റത്തിന് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്തു, അതുകൊണ്ടാണ് മികച്ച പോളിംഗ് എന്ന പ്രതികരണം നടത്തിയിട്ടുണ്ട്. ഇതുവരെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ മോക്ക് പോളിംഗിൽ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള വോട്ടിംഗ് യന്ത്രങ്ങൾ മാറ്റിക്കൊണ്ട് പോളിംഗ് ആരംഭിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റ് പ്രശ്നങ്ങളോ ക്രമസമാധാന പ്രശ്നമോ ഇല്ലാതെ സമാധാനപരമായി ബീഹാറിൽ പോളിംഗ് പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻപ് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട ഏത് തെരഞ്ഞെടുപ്പാണെങ്കിലും അക്രമ സംഭവങ്ങൾ ഉയർന്നു കേട്ടിരുന്ന, ബൂത്ത് പിടുത്തവും ക്രിമിനലുകൾ തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിച്ചിരുന്ന കാലഘട്ടം ബീഹാറിലുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി സമാധാനത്തോടെ വോട്ടിംഗ് പുരോഗമിക്കുന്നു. സമാധാനത്തോടെ തെരഞ്ഞെടുപ്പ് നടപടികൾ ബീഹാറിൽ നടത്താൻ സാധിക്കുന്നു. ആദ്യഘട്ടത്തിലും യാതൊരു തരത്തിലും അക്രമ സംഭവങ്ങളില്ലാതെ സമാധാനപരമായി പോളിംഗ് നടത്താൻ സാധിച്ചു. ആദ്യഘട്ടത്തിൽ 64% മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇന്നിപ്പോൾ രണ്ടാം ഘട്ടത്തിലും വോട്ടെടുപ്പ് അവസാനിക്കാൻ പോകുന്ന സമയമാകുമ്പോഴേക്കും തന്നെ 55%-അടുത്തേക്ക് പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 6 മണിക്കും വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ 60% മുകളിൽ പോളിംഗ് ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം ഡൽഹിയിൽ നടന്നിട്ട് സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പിന് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. പോളിംഗ് ബൂത്തിൽ മാത്രമല്ല, ബീഹാറിൻ്റെ പൊതു ഇടങ്ങൾ, കൂടാതെ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന മേഖല, മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിലെല്ലാം തന്നെയും സുരക്ഷാ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. അടുത്ത 72 മണിക്കൂറിലേക്ക് ബീഹാർ സീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ബീഹാർ DGP വിനയ് കുമാർ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം വ്യക്തമാക്കിയത് കൃത്യമായ സുരക്ഷാ പരിശോധനകൾ നടത്തുന്നുണ്ട്. ബീഹാറിൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ബീഹാർ DGP വ്യക്തമാക്കിയിട്ടുള്ളത്. അതിശക്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ, ദിവസങ്ങൾ നീണ്ടുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ബീഹാർ നിയമസഭാ വോട്ടെടുപ്പിലേക്ക് കടന്നിട്ടുള്ളത്. ഇന്ന് വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ ഇനിയുള്ള 2 നാളുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ആർക്കാണ് അനുകൂലമായി സംസ്ഥാനത്ത് വോട്ടെടുപ്പ് നടന്നു, അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സ് ആർക്കൊപ്പം നിന്നു എന്ന കണക്കുകൂട്ടലിലാണ്. 14-ാം തീയതിയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിശക്തമായ പ്രചാരണം നടന്ന സംസ്ഥാനം, ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രചാരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 12-ലധികം റാലികൾ സംസ്ഥാനത്ത് നടത്തിയിരുന്നു. അത്തരത്തിൽ വലിയ രാഷ്ട്രീയ പ്രതിവാദങ്ങൾ ഉണ്ടായിരുന്ന, വലിയ പ്രചാരണം നടന്ന സംസ്ഥാനത്താണ് ഇന്നിപ്പോൾ അവസാനഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ഗയ, മധുബനി, കിഷൻഗഞ്ച്, ഈസ്റ്റ് വെസ്റ്റ് ചമ്പാരൻ മേഖലകൾ തുടങ്ങി 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങളാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്.